ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ദയവ് ചെയ്താരും കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ. നമ്മൾ പ്ലാന്റ്സ് അയക്കുക DTDC കൊറിയർ സർവീസ് വഴിയാണ്. സ്പീഡ് പോസ്റ്റ് നിലവിൽ അവൈലബിൾ അല്ല. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കില്ല. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. നമ്മൾ ഈ ഒരാഴ്ച കൊറിയറിൽ ഒരുപാട് അവധി വന്നതുകൊണ്ട് ഈ ഒരാഴ്ച നമ്മൾ കൊറിയർ ആർക്കും അയച്ചിട്ടില്ല. നെക്സ്റ്റ് വീക്കിൽ മൺഡേ ട്യൂസ്ഡേ ഒക്കെ മാക്സിമം ഓർഡേഴ്സ് ആയിട്ടുണ്ട്. അതിന് ശേഷമായിരിക്കും ഇനിയുള്ള ഓർഡേഴ്സ് അയക്കുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്ലാന്റ്സ് എന്നാണ് അയക്കുക എന്ന് കൃത്യമായിട്ട് പറയും. ആ ദിവസം തന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കും. അയച്ച ശേഷം ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങാൻ ശ്രമിക്കുക. അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസും അതോടൊപ്പം റേറ്റും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ബാർലേറിയ വൈറ്റ് ആണ്. ബാർലേറിയ ക്രിസ്റ്റാറ്റ എന്നും പേരുണ്ട് ഈ ഒരു പ്ലാന്റിന്. ഇതാണ് പൂക്കൾ, നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള പൂക്കളാണ്. ഈ കാണുന്ന പ്ലാന്റിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക നന്ദ്യാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റലാണ്. ഇതാണ് പൂക്കൾ വരിക. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. പ്ലാന്റിന് 90 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക നന്ദ്യാർ വട്ടത്തിൻ്റെ വേരിഗേറ്റഡ് ആണ്. പൂക്കൾ സെയിം തന്നെയാണ്, ചെറിയ പൂക്കളാണ്. അതുപോലെ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു പ്ലാന്റിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ഗന്ധരാജൻ്റെ ഹൈബ്രിഡ് ആണ്. ഒരുപാട് വലിപ്പം വയ്ക്കാതെ തന്നെ നിറയെ പൂക്കൾ ഇടുന്ന ഒരു വെറൈറ്റിയാണ്. ഗന്ധരാജൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മെഡിനില്ലയാണ്. മെഡിനില്ലയുടെ 2 സൈസിലുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പൂക്കൾ ഇട്ട് തുടങ്ങിയ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരിക 120 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് വരിക മെഡിനില്ലയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക ആഫ്രിക്കൻ ചെമ്പരത്തിയുടെ യെല്ലോയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിൻ്റെ റെഡ് നമുക്കിപ്പോൾ സ്റ്റോക്കില്ല. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ആഫ്രിക്കൻ ചെമ്പരത്തി. ഇതിന് 90 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് കായാമ്പോ അതല്ലെങ്കിൽ കാശാവെന്നറിയപ്പെടുന്ന ഈ കാണുന്ന പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരിക തോൺലെസ് യൂഫോർബിയയാണ്. അല്പം പോലും മുള്ളില്ലാത്ത ഒരു യൂഫോർബിയ വെറൈറ്റിയാണ്. ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റാണിത്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 80 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക വാട്ടർ ജാസ്മിൻ ആണ്. നീർമുല്ല അല്ലെങ്കിൽ ക്ഷേത്രമുല്ല എന്നൊക്കെ പേര് വിളിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഇതൊരു വാട്ടർ പ്ലാന്റ് അല്ല, വാട്ടർ ജാസ്മിൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. മണ്ണിൽ തന്നെയാണ് നടേണ്ടത്. അപ്പം വാട്ടർ ജാസ്മിൻ്റെ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക വാട്ടർ ജാസ്മിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. പൂക്കൾ സെയിം തന്നെയാണ്, പക്ഷേ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ വേരിഗേഷൻ വരുന്ന ലീഫാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 100 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ലിമോണിയ പ്ലാന്റ് ആണ്. നല്ലൊരു യെല്ലോ കളറും ഗ്രീൻ കളറോടൊക്കെ ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്. അതുപോലെ പൂക്കൾ നല്ല പിങ്ക് കളറിലാണ് വിടരുക. ഈ കാണുന്നതാണ് പ്ലാന്റ് വരിക. 90 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് വരിക നമ്മുടെ വയലറ്റ് മുല്ലയാണ്. ഇതാണ് വയലറ്റ് മുല്ലയുടെ പ്ലാന്റ് സൈസ്. ഈ ഒരു പ്ലാന്റിന് മറ്റൊരു പേര് കൂടിയുണ്ട്, പർപ്പിൾ ഡാസ്ലർ എന്നാണ് അതിൻ്റെ പേര്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ടെക്കോമ റെഡ് ആണ്. ടെക്കോമയുടെ നല്ലൊരു ഓറഞ്ച് കലർന്ന റെഡ് കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. ഇതിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. ടെക്കോമയുടെ മറ്റ് 2 കളേഴ്സ് നമുക്ക് സ്റ്റോക്കുണ്ട്. ഇതാണ് യെല്ലോ വരിക. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താവുന്ന പ്ലാന്റ് തന്നെയാണ് ടെക്കോമ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ 3 കളറിലും ഉള്ള പ്ലാന്റ് നമുക്ക് സ്റ്റോക്കുണ്ട്. 80 രൂപ വീതമായിരിക്കും റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് വരിക സ്റ്റോക്സിൻ്റെ പ്ലാന്റ്സ് ആണ്. നമുക്ക് മിക്കവാറും സമയത്ത് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് സ്റ്റോക്സ്. വലിയ പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. ചെറിയ ചട്ടിയിൽ നമുക്ക് ഒതുക്കി വളർത്താൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്നതാണ്. 60 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ ആണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതും നമുക്ക് സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഗോൾഡൻ ഡാലിയയുടെ തൈകളാണ്. ഇതാണ് പൂക്കൾ. നല്ല സൂര്യകാന്തി പൂക്കൾ പോലെ നല്ല മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ ഡാലിയ. മിക്കവാറും പേര് നമ്മളോട് ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് സെയിലിന് അവൈലബിൾ ആണ്. 120 രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തതും നല്ല മഞ്ഞ നിറത്തിൽ പൂക്കൾ തരുന്ന റോസിഡ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് റോസിഡ. റോസിഡയുടെ ബാക്കി കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ഇതാണ് പൂക്കൾ. ഗോൾഡൻ പാണ്ട എന്നും പേരുണ്ട് ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരിക 90 രൂപയാണേ. അടുത്ത പ്ലാന്റ് വരിക ബട്ടർഫ്ലൈ ക്രീപ്പിംഗ് റോസ് ആണ്. സിംഗിൾ പെറ്റലായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു റോസ്. സെമി ക്രീപ്പറാണ്. ഒരുപാട് വള്ളി വീശി പോകുന്ന ഒരു വെറൈറ്റി അല്ല. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. റേറ്റ് വരിക 70 രൂപയാണേ. അടുത്തത് വരിക റെഡ് ക്രീപ്പർ റോസ് ആണ്. നല്ല ഡാർക്ക് റെഡ് കളറിൽ ഇതുപോലെ കുലകളായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു റോസ്. പൂക്കൾ വളരെ ചെറുതായിരിക്കും. ഈ ഒരു വലുപ്പമേ പൂക്കൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കൾ തരും. അതുപോലെ ഇതെല്ലാം നമുക്ക് ഓൺ റൂട്ടഡ് റോസാണ്. കമ്പ് വെട്ടി നട്ടുപിടിപ്പിച്ചെടുത്തതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ജെറുബറയുടെ പൂക്കളില്ലാത്ത പ്ലാന്റ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. കളേഴ്സ് നമുക്ക് കൃത്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് കളറായാലും ഓക്കെ ആണെന്നുള്ളവർ മാത്രം വാങ്ങുക. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് സാൻസിവേര അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ ഒരു വെറൈറ്റിയാണ് നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരിക 70 രൂപയാണ്. ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം വെർബീനയുടെ ഒരു കോംബോ ഓഫർ കൊണ്ടുവന്നിരുന്നു. വെർബീന നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ കോംബോയിലല്ലാതെ സിംഗിൾ കളേഴ്സായിട്ടും വാങ്ങാവുന്നതാണ്. 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അതുപോലെ പുതിനയുടെ പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഈസ്റ്റർ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.